ഫിഖ് മതിയാകുമോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ പ്രസക്തമാണല്ലോ ഖുർആനും ഹദീസും മതിയാകുമോ എന്ന് ചോദിക്കുന്നത്. കാരണം ഖുർആനും ഹദീസിന് എത്ര പഴക്ക, ഫിഖിന് അതിനേക്കാളിലൊക്കെ പഴക്കം കുറവല്ലേ. അതിൻ്റെയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴക്കമുള്ളതാണല്ലോ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനും തിരുനബിയുടെ ചര്യയായ സുന്നത്തും. അത്ര തന്നെ പഴക്കം ഫിഖിനില്ല. അതിൽ നിന്ന് നിർദ്ധാരണം ചെയ്ത് ഫിഖ് എന്നതൊരു മദ്ഹബുകളായി വരുന്നതൊക്കെ പിന്നെയും 2-3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്, 2-3 നൂറ്റാണ്ടുകൾക്കകമാണ്. അതിനുശേഷം എത്രയോ വിഷയങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടും അന്ത്യകാലം വരാനിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും സമഗ്രമായി അപഗ്രഥിക്കാൻ കഴിവുറ്റതായുമാണ് ഇസ്ലാം എന്ന ആ പ്രത്യയശാസ്ത്രവും ഇസ്ലാമിക പ്രമാണങ്ങളും എങ്ങനെയാണോ നിലകൊള്ളുന്നതെങ്കിൽ അതുപോലെ തന്നെയാണ് ആ പ്രമാണങ്ങളിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുക്കപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായത്താലും വെളിച്ചത്താലും ക്രോഡീകരിക്കപ്പെട്ട ഫിഖിൻ്റെയും സാർവകാലികത. അതങ്ങനെ തന്നെ നിലകൊള്ളും. പുതിയ പുതിയ വിഷയങ്ങളൊക്കെ വന്നാൽ ഖുർആനും ഹദീസും കയ്യിലിരിക്കുന്നവരും ഖുർആനും ഹദീസും എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണെന്ന് പറയുന്നവരും എങ്ങനെയാണ് ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുക? ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ഖുർആനും ഹദീസും പാകമാണോ? ഖുർആനും ഹദീസും പക്വമാണോ? ഖുർആനും ഹദീസും ഉപയുക്തമാണോ? എങ്കിൽ ആ ഖുർആനും ഹദീസിൽ നിന്നും ക്രോഡീകരിച്ച് വിഷയം തിരിച്ചു വെച്ച ഇസ്ലാമിക ശാസ്ത്രങ്ങളെല്ലാം അതിന് പാകമാണ് എന്ന് മനസ്സിലാക്കുക. കാരണം അത് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അന്യമല്ല, അതിൻ്റെ വെളിച്ചത്തിലുള്ള വിശദീകരണങ്ങളാണ്. അപ്പോൾ ഖുർആനും സുന്നത്തും എന്ന് നിലനിൽക്കുമോ അന്ന് അതിൻ്റെ വെളിച്ചവും നിലനിൽക്കും. ആ വെളിച്ചത്തിൽ ക്രോഡീകൃതമായിട്ടുള്ളതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന് എന്ത് ആധുനിക പ്രശ്നങ്ങളുണ്ടായാലും ആ കർമ്മശാസ്ത്രം കൊണ്ട് മാത്രമേ ആ ആധുനിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും അതിനെ നേരിടാനും അതുയർത്തുന്ന പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും ശരിക്കും പരിഹരിക്കാനും കഴിയുകയുള്ളൂ എന്നാണ് വാസ്തവത്തിൽ ഫിഖിൻ്റെ ആളുകൾ പറയുന്നത്. കർമ്മശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ പറയുന്ന അതാണ്. ഫിഖിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആനും സുന്നത്തും കൊണ്ടും ആർക്കെന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ഈ ഫിഖിനെ ശരിക്കും നിലനിർത്തുന്ന പണ്ഡിതന്മാർക്ക് പറയാനുള്ളത്.